3 വെണ്ടയ്ക്ക വെച്ച് 4 പേർക്ക് കഴിക്കാനുള്ള ഒരു അടിപൊളി തോരൻ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ? ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പം കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. 4-5 വെളുത്തുള്ളി അരിഞ്ഞിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് സവോള അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കുക. സവോളയുടെ കളറ് മാറി വരുമ്പം എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 3 വെണ്ടയ്ക്ക എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് തീ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് തേങ്ങ ചേർത്ത് പിന്നെയും ഇളക്കി യോജിപ്പിക്കുക. 2-3 മിനിറ്റ് നേരത്തെ തന്നെ മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. മൂടി വെക്കുമ്പം തീ ഒരു ലോ ഫ്ലെയിമിലിടണം. അതിനുശേഷം ഈ വെണ്ടയ്ക്കയെല്ലാം ഒന്ന് സൈഡിലേക്ക് ഒന്ന് വകഞ്ഞ് മാറ്റി വെച്ചിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കുക. ഒരു 2 മിനിറ്റത്തേന് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. ഞാൻ മൂടി വെച്ചത് കുറച്ച് കൂടുതൽ നേരമായിപ്പോയി, കാരണം ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ചോറ് വറുക്കാൻ പോയായിരുന്നു കേട്ടോ. ഇനി ഇതിനെ നല്ലതുപോലെ ചിക്കി ഇളക്കി എടുക്കണം. ചിക്കി ഇങ്ങനെ കുത്തി ഇളക്കിയിട്ടേ ഇത് നല്ല പൊടിഞ്ഞ് വരണം മുട്ട. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്.